മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പൃഥ്വിറ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വിവാദ പുരുഷനായിരിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പാലാ രൂപതാധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ട്. ഓരോ വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനും ആ നിലപാടുകൾ അത് പൊതുബോധത്തിനെതിരാണെങ്കിലും ആരെയും ഭയപ്പെടാതെ അത് തുറന്നു പറയാനും, തുറന്നു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കോലാഹലങ്ങൾ അതെത്ര വലിയതായാലും അതിലൊന്നും കുലുങ്ങാതെ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ എടുത്ത നിലപാടുകളിൽ നിന്ന് ഒരിഞ്ച് പോലും പുറകോട്ട് പോകാതെ ഉറച്ചു നിൽക്കാൻ ശേഷിയും ശേമുഷിയുമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. അദ്ദേഹം ഒരു സമുദായ സ്നേഹിയാണ്. തൻ്റെ നേതൃത്വത്തിന്റെ കീഴിലുള്ള ജനം കേരളക്കരയിൽ വംശനാശം വന്ന് ഇല്ലാതായി പോകരുത് എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങളെ ആസൂത്രിതമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ജിഹാദികളുടെ പല അജണ്ടകളെ കുറിച്ചും നേരിട്ടോ അല്ലാതെയോ അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിന് മുമ്പാകെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിഹാദികളുടെ കണ്ണിലെ ഒരു വലിയ കരടാണ് അദ്ദേഹം. ആ കരട് അത്ര എളുപ്പത്തിൽ അങ്ങനെ ഒന്നും എടുത്തു മാറ്റാൻ പറ്റില്ല എന്ന് ജിഹാദികൾക്ക് അറിയാം. അതുകൊണ്ടാണ് ജിഹാദികൾ അദ്ദേഹത്തിനെതിരെ ആസൂത്രിതമായി മീഡിയകൾ വഴി യുദ്ധം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും അദ്ദേഹം സൈബർ ബുള്ളിയിങ്ങിന് ഇരയാകുന്നത് യാദൃശ്ചികമൊന്നുമല്ല. കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് ജിഹാദികൾ ഇത് ചെയ്യുന്നത്. അൽ ഖ്വയ്ദയുടെ നേതാവായിരുന്ന ഒസാമ ബിൻ ലാദനെ അമേരിക്ക കൊന്ന് കടലിൽ താത്തിയതിനു ശേഷം അൽ ഖ്വയ്ദയുടെ തലപ്പത്ത് വന്ന ഐമൻ അൽ സവാഹിരി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞങ്ങൾ ഒരു യുദ്ധത്തിലാണ്, ആ യുദ്ധത്തിന്റെ 70% നടക്കുന്നത് മീഡിയകളിലാണ് എന്ന്. ലോകം ഇന്ന് ജനാധിപത്യത്തിന്റെ വഴിയിലാണ്. മിഡിൽ ഈസ്റ്റിലെ കുറേയേറെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒഴിച്ചാൽ ലോകത്ത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ന് രാജഭരണം കൈയൊഴിയുകയും ജനാധിപത്യ ഭരണത്തിലേക്ക്, ആ ഒരു സംവിധാനത്തിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ മുഹമ്മദും സ്വഹാബികളും ഒക്കെ പണ്ട് ചെയ്തതുപോലെ അമുസ്ലിങ്ങളുടെ കഴുത്തിൽ വാള് വെച്ച് മതം മാറ്റാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ കീഴ്പ്പെടുത്താനോ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ജിഹാദികൾക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് അവർ ജീവൻ എടുക്കുന്ന മാരകായുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം അത് കുറച്ചു, ഒഴിവാക്കിയിട്ടില്ല, പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല, പകരം എന്ത് ചെയ്തു, അത് കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്, മീഡിയകൾ വഴിയുള്ള ആശയതലത്തിലുള്ള യുദ്ധത്തിലേക്ക് അവര് മാറുകയാണ് ചെയ്തത്. ഇന്റലക്ച്വൽ ജിഹാദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്റലക്ച്വൽ ജിഹാദ് 2010 മെയ് മാസത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇന്റലക്ച്വൽ ജിഹാദ് കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് ശ്രീ ഹമീദ് ചേന്നമംഗലൂർ വിശദമായി തന്നെ എഴുതിയിരുന്നു. ആ ആർട്ടിക്കിൾ ഇപ്പോ നെറ്റിൽ ലഭ്യമാണ്. എനിക്ക് വാട്സാപ്പിൽ അത് ഒരാൾ അയച്ചു തരികയും ചെയ്തു. അപ്പോൾ ഈ ഇന്റലക്ച്വൽ ജിഹാദിന് വേണ്ടി ജിഹാദികൾ ലോകമെമ്പാടുമുള്ള മീഡിയകൾ പലതും വിലക്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജിഹാദികളുടെ കയ്യാൽ നൈജീരിയയിലും സിറിയയിലും ഇറാഖിലും ഈജിപ്തിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ക്രിസ്ത്യാനികൾ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വാർത്തയായിട്ട് പോലെ, ഒരു കോളം വാർത്തയായിട്ടെങ്കിലും വരണ്ടേ, അതുപോലും വരാതിരിക്കുന്നത്, ഒറ്റക്കോളം വാർത്ത പോലും ആകാതിരിക്കുന്നത് ഈ ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമാണ്. എന്നാൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഏതെങ്കിലും പാശ്ചാത്യ രാജ്യത്ത് ആരെങ്കിലും ഒരു അഭയാർത്ഥി മുസ്ലിമിന്റെ നേരെ ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, വെറുതെ ഒന്ന് തുറപ്പിച്ചു നോക്കിയാൽ പോലും വലിയ പ്രശ്നമാണ്. എന്തെങ്കിലും അവനെന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളവിടെ അറിയും, പത്രങ്ങളിൽ അത് വാർത്തയായിട്ട് വരും, പ്രധാന വാർത്തയൊക്കെ ആയിട്ട് ചിലപ്പോൾ വരും അത്. അപ്പൊ ഇതിന്റെ കാരണം പണക്കിലുക്കത്തിൽ വീഴുന്ന, ജിഹാദി ഫണ്ടിങ്ങിൽ വീഴുന്ന മാധ്യമ പ്രവർത്തകരാണ്. ഇനി പണക്കിലുക്കത്തിൽ വീഴാത്ത മാധ്യമ പ്രവർത്തകരുണ്ട്. അങ്ങനെയുള്ളവര് ഈ ജിഹാദികളുടെ ഹണി ട്രാപ്പുകളിൽ പലരും പെട്ടുകിടക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, മറ്റു പലരും ഈ ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെതിരെ സംസാരിച്ചുകൊണ്ട് നടന്നിരുന്ന ക്രിസ്ത്യാനികൾ അടക്കമുള്ള പല നേതാക്കന്മാരും ഇവരുടെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെതിരെ ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്ന വിദേശ മലയാളിയായ ഒരു
മുൻ പാസ്റ്റർ, ഇപ്പൊ പാസ്റ്റർ അല്ല അദ്ദേഹം, ആ സഭ വിട്ട് പെന്തക്കോസ്തൊക്കെ വിട്ടു പോയി. അപ്പൊ മുൻ പാസ്റ്റർ ഇന്ന് ഇസ്ലാമിന് അനുകൂലമായി ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുകയും ക്ലബ് ഹൗസിൽ റൂമുകളൊക്കെ ഓപ്പൺ ചെയ്ത് മറ്റ് ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങൾക്കെതിരെയും പിന്നെ യഹോവയ്ക്കെതിരെയും ഒക്കെ ചർച്ചകൾ നടത്തുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ ഇത്തരം ഓരോരോ ട്രാപ്പുകളിൽ ചെന്ന് പെട്ടതിന്റെ അനന്തരഫലങ്ങളാണ്. കൃത്യമായിട്ട് അവർക്ക് അറിയാം എങ്ങനെ കൊടുക്കണമെന്ന് ഒരാളെ. പല വിധത്തിലും അവരത് കുടുക്കി അവരുടെ കെണിയിൽപ്പെടുത്തും. പിന്നെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇവർ പ്രവർത്തിക്കും. അത് ധാരാളം പേര് അവരങ്ങനെ ചെയ്യുന്നുണ്ട്, മാധ്യമപ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ. പാലാ ബിഷപ്പിനെ പേടിപ്പിച്ച് നിശബ്ദനാക്കാനോ അല്ലെങ്കിൽ ഇത്തരം കെണികളിൽപ്പെടുത്തി നിശബ്ദനാക്കാനോ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ജിഹാദികൾ മാധ്യമരംഗത്തെ അവരുടെ വാലാട്ടി പട്ടികളെ മുഴുവൻ ഈ പാലാ ബിഷപ്പിനെതിരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ച് പൊതുജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ജിഹാദികളുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ്. ഉദാഹരണത്തിന് പാലാ രൂപത പുറപ്പെടുവിച്ച സർക്കുലർ ഉണ്ടല്ലോ, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം വളരെ വിവാദമായ ഒരു സർക്കുലർ. പാലാ രൂപത ബിഷപ്പ് ക്രിസ്ത്യൻ സ്ത്രീകളോട് പെറ്റുകൂട്ടാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇവരുടെയൊക്കെ പല അന്തിച്ചർച്ചകളിലും ആ വിധത്തിലാണ് പ്രചരണം മുന്നോട്ട് പോയത്. സമചിത്തതയോടെ കാര്യങ്ങൾ നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന എൻ്റെ പല സുഹൃത്തുക്കൾ, അത് ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളാണ്, ഡയറക്റ്റ് അല്ല, പക്ഷെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരങ്ങനെ പെട്ടെന്ന് ചാടിക്കറി എന്തെങ്കിലും പറയുന്നവരല്ല, കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി പറയുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള എൻ്റെ പല ഫേസ്ബുക്ക് സ്നേഹിതന്മാരും ഇത്തരം പ്രചരണങ്ങളിൽ ചെന്ന് വീണത് ഞാൻ കണ്ടു. അവരും ആ പ്രചരണത്തിന്റെ ഭാഗമായി തീരുന്നത്, ഇത്തരം പോസ്റ്റുകളൊക്കെ അവരും ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ഈ ക്ലബ് ഹൗസ് റൂമുകളിലെ ചർച്ചകളിൽ ഇപ്പോഴും ജിഹാദികൾ ഇത് തന്നെ പറയുന്നുണ്ട്, പെറ്റുകൂട്ടാൻ ആഹ്വാനം ചെയ്ത ബിഷപ്പാണ് ഈ പാലാ രൂപത ബിഷപ്പ് എന്ന്. അപ്പൊ അദ്ദേഹം അങ്ങനെ ആഹ്വാനം ചെയ്തതിനുള്ള തെളിവ് എവിടെയെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ ആ ജിഹാദി കണ്ടം വഴി ഓടി. അത് വേറെ കാര്യം. കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ല, അദ്ദേഹം അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ല. പാലാ രൂപത ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ ഒരിടത്ത് പോലും പെറ്റുകൂട്ടാൻ പറയുന്നില്ല എന്നാണ് ആ സർക്കുലറിൽ ഉള്ളത്. 2000-ന് ശേഷം വിവാഹിതരായ ദമ്പതികളിൽ, പല രൂപതാംഗങ്ങളായ ദമ്പതികളിൽ 5 അതിൽ കൂടുതലോ കുട്ടികൾ ഉള്ളവർക്ക് ഓരോ മാസവും 1500 രൂപ സാമ്പത്തിക സഹായം 2021 ഓഗസ്റ്റ് മുതൽ പാലാ രൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റ് വഴി ലഭിക്കുന്നു. ഇതാണ് അതിൽ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ സർക്കുലറിലോ ആദ്യം തന്നെ പറഞ്ഞ കാര്യം. പിന്നെ അവസാനം പറഞ്ഞ കാര്യം ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 മുതൽ കുടുംബവർഷമായ 2021 വരെ ജനിച്ചവരായ പാലാ രൂപതയിലെ കുടുംബങ്ങളിൽ 4മതോ അതിനുശേഷമോ ജനിക്കുന്ന കുട്ടികളിൽ സാമ്പത്തിക വിഷമത അനുഭവിക്കുന്നവർക്ക് നിർദ്ദിഷ്ട യോഗ്യതകളും ഗവൺമെന്റിന്റെ അതാത് സമയങ്ങളിലെ നിയമന മാനദണ്ഡങ്ങളും അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമന പരിഗണന നൽകുന്നതാണ്. ഇതിലെവിടെയാണ് പെറ്റുകൂട്ടാൻ പറയുന്നത്? ഒരിടത്തുമില്ല. 2000 മുതൽ 2021 വരെയുള്ള കാലയളവിൽ പാലാ രൂപതാംഗങ്ങളായ ദമ്പതികൾക്ക് 5 അതിൽ കൂടുതലോ കുട്ടികൾ ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അതായത് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 5 അതിലധികമോ ആയാൽ എന്നല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കാര്യമല്ല, നിലവിലുള്ള ആളുകൾ, ആ പാലാ രൂപതാംഗങ്ങളായിരിക്കുന്ന ദമ്പതികൾക്ക് 2000-ന് ശേഷം വിവാഹം കഴിച്ച് 2021 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ 5 അതിലധികമോ കുഞ്ഞുങ്ങളുള്ള ആളുകൾക്ക്, അംഗങ്ങൾക്ക്, പാലാ രൂപതയിലെ അംഗങ്ങൾക്ക് അവർക്ക് നൽകുന്ന സഹായത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിപ്പോ ഈ സർക്കുലർ പുറത്തിറങ്ങിയ ശേഷം 4 കുട്ടികളുള്ള, ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസമാണ് സർക്കുലർ ഇറങ്ങുന്നത്. അപ്പൊ 4 കുഞ്ഞുങ്ങളുള്ളവര്, എന്നാൽ ശരി, ഈ സർക്കുലർ ഇറങ്ങിയ സ്ഥിതിക്ക് 5-മതൊരു കുഞ്ഞിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പോലും, ഇപ്പൊ ട്രൈ ചെയ്താൽ പോലും 2022 കുഞ്ഞു വരുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഉൾപ്പെടില്ല. അത് 2000 മുതൽ 2021 വരെയുള്ള ഇതൊന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2022 ജനിക്കുമ്പോ ഇതിനകത്ത് വരില്ല. ഇതൊന്നും അറിയാത്തവരല്ല ഈ മാധ്യമ പ്രവർത്തകര്. ഇനി ജനിക്കാൻ പോകുന്നവർക്ക് സഹായം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയല്ല. നിലവിലുള്ളവർക്ക് കൊറോണ കാലമൊക്കെയാണ്, അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, ജോലിയൊന്നും ഇല്ല പലർക്കും. അപ്പൊ അതിൻ്റെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ സഹായം അവർക്ക് കൊടുക്കുന്നു. അവരുടെ പണം അവരുടെ ആളുകൾ അവര് കൊടുക്കുന്നു. എന്താണ് പ്രശ്നം? ആ രൂപതയിലെ അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ്, അല്ലാതെ സർക്കാരിന്റെ പണമല്ല. നമ്മുടെ ആരുടെയും നികുതി പണത്തിനും ഒരു ചില്ലിക്കാശ് പോലും അതിനകത്ത് പോകുന്നില്ല. പാലാ രൂപതയിലെ അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം അതേ രൂപതയിൽ ഇത്ര 5 അതിലധികമോ കുഞ്ഞുങ്ങളുള്ളവർക്ക്, കൊറോണ കാലമാണ്, പലർക്കും ജോലിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മാനുഷികമായ ഒരു സഹായം അവരുടെ ആളുകൾക്ക് അവര് ചെയ്യുന്നു. അതിൽ ഇവർക്ക് കുരുപൊട്ടിക്കാൻ എന്തുള്ളതെന്ന്, ഇങ്ങനെ കുരുപൊട്ടിക്കേണ്ട ആവശ്യം എന്താണ്?
ഈ പാലാ രൂപതാ ബിഷപ്പ് പറഞ്ഞില്ല ഞങ്ങളുടെ രൂപതകളിൽപ്പെട്ട ആളുകളിൽ 5 അതിലധികമോ കുഞ്ഞുങ്ങളുള്ളവർക്ക് സർക്കാർ ജോലി കൊടുത്ത് സഹായിക്കണം എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ സർക്കാർ അവർക്ക് മാസാമാസം എന്തെങ്കിലും ഒരു തുക കൊടുക്കണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം? അപ്പൊ അവരുടെ ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത അവരുടെ കൈവശമുള്ള പണം അത് അവരിഷ്ടം പോലെ ചിലവഴിക്കട്ടെന്നേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ ചോദിക്കാനോ ഒരു മാധ്യമ പ്രവർത്തകനും ഉണ്ടായില്ല, ഒറ്റ ആൾ പോലും. പകരം എല്ലാവരും അദ്ദേഹത്തിന്റെ നേരെ കുതിര കയറുകയായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു മറുവശം ഉണ്ട്, അതും കൂടി നിങ്ങൾ നോക്കണം. ഇതിനെതിരെ ഇത്രയും ഒച്ചമ്പഹൽ ഉണ്ടാക്കിയല്ലോ പാലാ രൂപത അവരുടെ അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം അവരുടെ ആ രൂപതാംഗങ്ങളിൽപ്പെട്ട ചിലർക്ക് സഹായത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ ഇങ്ങനെ കുരുപൊട്ടിച്ച് പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ, ഈ മാധ്യമ പ്രവർത്തകര്. ഇവര് കാണാതെ പോയ മറ്റൊരു വശമുണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞുതരാം. മതം അനുശാസിക്കുന്നതിനനുസരിച്ച് 4 കെട്ടി, ഓരോ കെട്ടിലും കുറഞ്ഞത് 4 കുഞ്ഞുങ്ങളെ വീതം ഉണ്ടാക്കി 16 മക്കളുമായി നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവരെ കുറിച്ച് ഒരക്ഷരം പറയാൻ ഈ മാധ്യമ പ്രവർത്തകരുടെ നാവ് പൊന്തില്ല. ജിഹാദികൾ അവരുടെ നാവിന് കൂച്ചുവിലങ്ങിട്ട് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. 2021 ജൂലൈ മാസത്തിലാണ് പാലാ രൂപതയിൽ അംഗങ്ങളായ 4-ലധികം മക്കളുള്ളവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കുലർ ഇവര് പുറത്തിറക്കിയത്, പാലാ രൂപത പുറത്തിറക്കിയത്. അതിന് 2 മാസം മുൻപ് കേരള സർക്കാർ വേറൊരു കൂട്ടർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ജിഹാദി മാധ്യമങ്ങൾ അത് കണ്ടപ്പോ കണ്ണുമടച്ച് ഒന്നും മിണ്ടാതെ കുത്തിയിരുന്നതല്ലാതെ ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായില്ല. മദ്രസ അധ്യാപകർക്കാണ് കേരള സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത്. യഹൂദനെയും ക്രിസ്ത്യാനിയെയും ബഹുദൈവാരാധകനെയും മിത്രങ്ങളാക്കി വെക്കരുതെന്ന് എഴുതി വച്ചിട്ടുള്ള, മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുന്നതുവരെ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന് എഴുതി വച്ചിട്ടുള്ള, മുഹമ്മദിനെതിരെ എന്തെങ്കിലും പറയുന്നവന്റെ കയ്യും കാലും എതിർദിശകളിൽ വെട്ടിക്കളയണം എന്ന് എഴുതി വച്ചിട്ടുള്ള, അയൽക്കാരൻ അമുസ്ലിം ആണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണം എന്ന് എഴുതി വച്ചിട്ടുള്ള, അടിമുടി മനുഷ്യത്വ വിരുദ്ധത നിറഞ്ഞ, അമുസ്ലിങ്ങളായ നമുക്കെതിരെ അന്തമില്ലാത്ത വിഷം ചീറ്റുന്ന ഈ പുസ്തകം മദ്രസകളിൽ പഠിപ്പിക്കുന്നവർക്ക് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്ത് ധനസഹായം നൽകുമെന്ന് സർക്കാർ പറഞ്ഞപ്പോ ഇവിടെ ഒരു വിവാദവും ഉണ്ടായില്ല. ഒരാൾക്കും അതിൽ ഒരു തെറ്റും തോന്നിയില്ല, ഒരു പ്രശ്നവും തോന്നിയില്ല. നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നറിയുന്നത് തന്നെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എനിക്കറിയാം. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ചിലപ്പോൾ സംശയം ഉണ്ടാവും ഇതുള്ളത് തന്നെയാണോ എന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സർക്കാർ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന ആ ധനസഹായ പ്രഖ്യാപനത്തിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. COVID-19 മദ്രസ അധ്യാപകർക്ക് ആശ്വാസ ധനസഹായം. COVID-2019 രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി മദ്രസകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ തുച്ഛവരുമാനക്കാരായ മദ്രസ അധ്യാപകർ പ്രയാസം അനുഭവിക്കുകയാണ്. സർക്കാർ പറയുന്നതാണ്. മദ്രസ അധ്യാപകർ മാത്രമേ പ്രയാസം അനുഭവിക്കുന്നുള്ളൂ. കേരളത്തിൽ വേറെ ആർക്കും കോവിഡ് കാരണം ഒരു പ്രയാസവും ഇല്ലല്ലോ. സർക്കാരിന്റെ വിചാരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ സഹായം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന പാവം മദ്രസ അധ്യാപകർക്ക് താൽക്കാലിക ആശ്വാസമായി പിണറായി സർക്കാർ മാസാമാസം 2000 രൂപ വെച്ചാണ് നമ്മുടെ നികുതി പണത്തിൽ നിർത്തി കൊടുക്കുന്നത്. 2000 രൂപ. ഇത് താൽക്കാലിക ആശ്വാസമാണ് കേട്ടോ. സ്ഥിരമായ ആശ്വാസത്തിനുള്ള പദ്ധതി വേറെ വരും. അതുകൊണ്ടാണല്ലോ താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നമ്മുടെ നികുതി പണം എടുത്ത് വിതരണം ചെയ്യുന്ന പ്രത്യേക തരം മതേതരത്വമാണ് കേരള സർക്കാരിൻ്റെത്. ഇതൊന്നും സർക്കാരിന്റെ പണമല്ല, മദ്രസ ക്ഷേമനിധിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ജിഹാദികൾ ഈ വീഡിയോയ്ക്ക് കീഴിൽ വെളുപ്പിക്കാൻ വരും എന്നെനിക്കറിയാം. അതുകൊണ്ട് അതിനും കൂടിയുള്ള മറുപടി ഇപ്പൊ തന്നെ അങ്ങോട്ട് തരാം. ഇത് സർക്കാരിന്റെ പണമല്ലെങ്കിൽ എന്തിനാണ് സർക്കാർ വെബ്സൈറ്റിൽ ഈ ധനസഹായം ലഭിക്കാനുള്ള അപേക്ഷയുടെ ലിങ്ക് സഹിതം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഇത് സർക്കാരിന്റെ പണമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ധനസഹായം ആവശ്യമാണെന്നും പറഞ്ഞ് നിയമസഭയിൽ വരെ ചർച്ച നടത്തിയത്? ഇപ്പോ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സൺഡേ സ്കൂൾ അധ്യാപകരും അധ്യാപികമാരും ഉണ്ട്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ധനസഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതത് സഭകൾ ആ സഭകളുടെ ഫണ്ടിൽ നിന്നും എടുത്തു കൊടുക്കുകയാണ്. നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ച് നിയമസഭയുടെ അംഗീകാരം കിട്ടിയിട്ടൊന്നുമല്ല ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നത്. നിയമസഭയോട് അതിനുള്ള അനുവാദം ചോദിക്കേണ്ട കാര്യം പോലും ഞങ്ങൾക്കില്ല. കാരണം അത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമല്ല, ഞങ്ങളുടെ തന്നെ അതത് സഭകളിലെ അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിരിക്കുന്ന പണമാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ മദ്രസാധ്യാപകരുടെ ശമ്പളം കൂട്ടുന്ന കാര്യമോ അവർക്ക് സഹായധനം നൽകുന്ന കാര്യമോ തീരുമാനിക്കുന്നത് അതാത് മഹല്ല് കമ്മിറ്റികളല്ല, കേരള നിയമസഭയാണ്. എന്താ കാര്യം? അത് സർക്കാരിന്റെ പണമാണ്.
ഞങ്ങളെ പോലുള്ളവരുടെ നികുതി പണമാണ്, അതുകൊണ്ടാണ് നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. എന്നിട്ടും കുറെ എണ്ണം ന്യായീകരിക്കാൻ വരും, ഇതൊന്നും നിങ്ങളുടെ പണമല്ല, സർക്കാരിന്റെ പണമൊന്നുമല്ല, ഇത് മദ്രസ ക്ഷേമനിധിയിലുള്ളതാണെന്ന്. ആരെയാണ് നിങ്ങൾ ഇടിയാക്കാൻ നോക്കുന്നത്? കോവിഡ് പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന മദ്രസ അധ്യാപകർക്ക് സർക്കാർ നികുതി പണത്തിൽ നിന്ന് സഹായധനം വാങ്ങാനുള്ള അപേക്ഷയുടെ കാലാവധി അത് ജൂൺ 30 വരെ നീട്ടിക്കൊണ്ടുള്ള സർക്കുലറും സർക്കാർ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആദ്യം ഒരെണ്ണം ഇറക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കാലാവധി ഇവർ പ്രതീക്ഷിച്ചത്ര അപേക്ഷകൾ വന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് നീട്ടിക്കൊടുത്തിരിക്കുക ജൂൺ 30 വരെ എന്നും പറഞ്ഞു. ഇതൊന്നും ഇവിടുത്തെ ജിഹാദി നിയന്ത്രിത മാധ്യമങ്ങൾ കണ്ടതേയില്ല. പക്ഷേ പാലാ രൂപത അതിലെ അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ട് അതേ രൂപതയിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ചിലരെ സഹായിക്കുമെന്ന് അറിയിച്ചപ്പോൾ ജിഹാദി ട്രാപ്പിൽ വീണ് കിടക്കുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം ഉറഞ്ഞു തുള്ളി. പാലാ ബിഷപ്പ് പറഞ്ഞിട്ടില്ലാത്ത കാര്യം അദ്ദേഹത്തിന്റെ മേൽ ആരോപിച്ചുകൊണ്ട് ഈ മാധ്യമ വിചാരണയുടെ ഒരു മാലപ്പടക്കത്തിനാണ് അവർ തിരികൊളുത്തിയത്. ആരായാലും പതറിപ്പോകുന്ന അത്തരം ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ഒട്ടും കുലുങ്ങാതെ താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്ന് മാതൃക കാട്ടി. അതിലെനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ, 100% ഞാൻ പറഞ്ഞ കാര്യമാണ്. ക്രിസ്ത്യൻ തത്വത്തിന്റെ പേരിൽ പറയുന്ന കാര്യമാണത്. അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് അത് ഞാൻ സർക്കുലർ ഇറക്കും. ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാനാണ് ഇവിടെ അതിനകത്തൊന്നും പുറത്തോട്ട് പോവുകയില്ല. എന്റെ സ്റ്റാൻഡാണത്. മറ്റു പലരെയും പോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. താൻ പറഞ്ഞത് വ്യക്തമായ ബോധ്യത്തോടെ പറഞ്ഞതാണെന്നും പറഞ്ഞ കാര്യത്തിൽ 100% ഉറച്ചു നിൽക്കുന്നു എന്നും അദ്ദേഹം പറയുക മാത്രമല്ല, താൻ പറഞ്ഞ കാര്യങ്ങളെ ഔദ്യോഗികമായി വിശദീകരിച്ചുകൊണ്ട് പിറ്റേന്ന് തന്നെ സർക്കുലർ ഇറക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ നട്ടെല്ലുള്ള മനുഷ്യരിൽ ഒരാളാണ് താനെന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ വിവാദവും സത്യം പറഞ്ഞാൽ ജിഹാദി നിയന്ത്രിത മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. കത്തോലിക്ക സഭയിലെ 8 നോമ്പ് ആചരണത്തിന്റെ അവസാനത്തെ ദിവസം കുറവിലങ്ങാട് മാർത്താമറിയം പള്ളിയിൽ വെച്ച് സെപ്റ്റംബർ 8 തീയതി നടത്തിയ പ്രബോധന പ്രസംഗത്തിൽ ഒരു മെത്രാൻ എന്ന നിലയിൽ തനിക്കുള്ള അധികാരവും ഉത്തരവാദിത്തവും ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് തന്റെ വിശ്വാസ സമൂഹത്തിനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ മറ്റൊരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ 2 കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. ജിഹാദ് എന്ന് പറഞ്ഞാൽ കഠിനമായി പരിശ്രമിക്കുക, കഷ്ടപ്പെടുക എന്നതാണ്. ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന തീവ്ര പരിശ്രമത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. 8 നോമ്പിന്റെ ചരിത്രം എന്നത് പെൺമക്കളുടെ ചാരിത്രവും ശുദ്ധിയും കാത്തുസൂക്ഷിക്കുവാൻ മാതാപിതാക്കൾ ഏറ്റെടുത്ത ത്യാഗത്തിന്റെ വലിയ പാരമ്പര്യമാണ്. ഈ വസ്തുത മേൽ പ്രസ്താവിച്ച ഏതാനും ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, വഴിയോരത്ത് മൈക്ക് കെട്ടിവെച്ച് പൊതുജനങ്ങളോടല്ല അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. തന്റെ അജപാലനത്തിന്റെ കീഴിലുള്ള ജനത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അജഗണങ്ങളുടെ ചോര കുടിക്കാൻ തയ്യാറായി ചെന്നായ്ക്കൾ പുറത്തു ചുറ്റിത്തിരിയുന്നുണ്ട് എന്നറിഞ്ഞാൽ ഇടയന്റെ ഉത്തരവാദിത്തമാണ് ആടുകളെ സംരക്ഷിക്കുകയും അവർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ആ ജാഗ്രതാ നിർദ്ദേശം കേവലം ഭാവനയിൽ നിന്നല്ല അദ്ദേഹം കൊടുത്തത്, കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ടാണ്. മുൻ കേരള DGP ലോക്നാഥ് ബെഹ്റയുടെ പ്രസ്താവനകളെ ഉദ്ധരിച്ചുകൊണ്ടും ലവ് ജിഹാദിനിരയായ പെൺകുട്ടികളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് അദ്ദേഹം വിശ്വാസികളെ ഈ വിഷയത്തിൽ പ്രബോധിപ്പിച്ചത്. കോഴി കട്ടവന്റെ തലയിൽ പൂട കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ കോഴിക്കള്ളൻ തലയിൽ പൂട തപ്പി നോക്കിയതുപോലെയാണ് ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളിയ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളുടെയും അവസ്ഥ. ബിഷപ്പ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല, അവരെല്ലാവരെയോ കുറ്റപ്പെടുത്തി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തീവ്ര ചിന്താഗതികളും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്താൻ ശ്രമിക്കുന്ന ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളും തീവ്ര ജിഹാദി സംഘങ്ങളും ലോകമെമ്പാടുമുണ്ട്, ഇവർ കേരളത്തിലുമുണ്ട്. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളും തീവ്ര ജിഹാദി സംഘങ്ങളും എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളും എന്നല്ല, ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കൂട്ടർ ഇവിടെ ഇല്ല എന്ന്
അരിയാഹാരം കഴിക്കുന്ന ഒരാളും പറയുകയില്ല, നിഷേധിക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാം അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹം പിന്നെ പറഞ്ഞത് എന്താണ്? നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ ആയുധമെടുത്ത് മറ്റു മതസ്ഥരെ നശിപ്പിക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ ജിഹാദികൾ മറ്റു മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജിഹാദികളുടെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങളല്ലാത്തവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ്. ലക്ഷ്യം മതവ്യാപനവും അമുസ്ലിങ്ങളുടെ നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളുമുണ്ട്. അത്തരം രണ്ട് മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. പത്രവാർത്തകൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഈ പറഞ്ഞത്. അമുസ്ലിങ്ങൾ കൊല്ലപ്പെടണമെന്നുള്ള ഖുറാനിലെയും ഹദീസുകളിലെയും കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ നടക്കുന്നവരാണ് ജിഹാദികൾ. എന്നാൽ പണ്ട് മുഹമ്മദ് സ്വഹാബിമാര് ചെയ്തു വന്നിരുന്നത് പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്നറിയാവുന്നത് കൊണ്ട് ഇവിടെ അവർ വേറെ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളും തീവ്ര ജിഹാദി സംഘങ്ങളുമാണ് ഇതിന്റെ പുറകിൽ എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോ ഒരുമാതിരി എല്ലാ മുസ്ലിങ്ങളും ബിഷപ്പിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പാലാ ബിഷപ്പിന് തെറ്റ് പറ്റിയെന്ന് തന്നെയാണ്. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളല്ല, ഒരുമാതിരി എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളും ഇതേ അജണ്ടയുമായി തന്നെ നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും ബിഷപ്പിനെതിരെ തിരിഞ്ഞത്. കോഴിയക്കട്ട മുസ്ലിം ഗ്രൂപ്പുകാരുടെ തലയിൽ പൂട കാണുന്നുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളും കൈ തലയിലേക്ക് കൊണ്ടുപോയി പൂടയുണ്ടോ എന്നറിയാൻ വേണ്ടി തപ്പി നോക്കാൻ. വാസ്തവത്തിൽ ബിഷപ്പിന്റെ പ്രബോധനം കേട്ട് ഹാലിളകി നടക്കുന്ന ഇവരൊന്നും ഇതിൽ ഇൻവോൾവഡ് അല്ലെങ്കിൽ അവരെന്താണ് പറയേണ്ടിയിരുന്നത്? ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരുമായി ഒരു ബന്ധവും ഇല്ലാന്ന് മാത്രമല്ല, അത്തരക്കാരെ കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടി എടുപ്പിക്കാനുള്ള വഴികൾ ഞങ്ങൾ നോക്കും എന്നല്ലേ പറയേണ്ടിയിരുന്നത്? ഏതെങ്കിലും ഒരു മുസ്ലിം ഗ്രൂപ്പ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ ഒരു ഗ്രൂപ്പെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു മുസ്ലിം ഗ്രൂപ്പും പറഞ്ഞില്ല. അതല്ലെങ്കിൽ അവർക്ക് കോടതിയിൽ ഒരു പരാതി കൊടുക്കാമായിരുന്നു. പാലാ ബിഷപ്പിന്റെ ആരോപണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി സർക്കാരിനോട് ഉത്തരവിടണം. സത്യം പുറത്തു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്വേഷണത്തിൽ ബിഷപ്പ് പറഞ്ഞത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കോടതി നടപടി സ്വീകരിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കോടതിയെ സമീപിക്കാമായിരുന്നു, നിയമത്തിന്റെ വഴി നോക്കാമായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം ഗ്രൂപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിനെയെങ്കിലും വിശ്വാസത്തിലെടുക്കാമായിരുന്നു. കാരണം ഏറ്റവും കുറഞ്ഞത് ആ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ അത്ര ധൈര്യപൂർവ്വം കോടതിയെ സമീപിച്ച് അന്വേഷണത്തിന് ഉത്തരവിടാൻ അപേക്ഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. നിർഭാഗ്യവശാൽ വീണ്ടും പറയട്ടെ, ഒരൊറ്റ മുസ്ലിം ഗ്രൂപ്പും ഇങ്ങനെ ഒരു നീക്കവും നടത്തിയില്ല. ഏതോ ഒരു ടീം പോയി ബിഷപ്പിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, ബിഷപ്പ് വർഗീയ വിദ്വേഷം നടത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബിഷപ്പിനെതിരെയാണ് കേസ് കൊടുത്തത്. അതല്ലാതെ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തി സത്യം പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ കോടതി പോലീസിനോട് ഉത്തരവിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ മുസ്ലിം ഗ്രൂപ്പും കോടതിയിലേക്ക് പോയില്ല. പോകാനുള്ള ചങ്കൂറ്റമോ ത്രാണിയോ അവർക്കില്ല. കാരണം ഒരുമാതിരി എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളും ഇതിലൊക്കെ ഇൻവോൾവഡ് ആണ്. അതുകൊണ്ടാണ് അവരത് പോകാത്തത്, അതിനുള്ള ധൈര്യം കാണിക്കാത്തത്. അന്വേഷണം നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ തങ്ങളിലേക്ക് തന്നെ വരും, തങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഇതിനകത്ത് പ്രതികളായി പിടിക്കപ്പെടും എന്നുള്ള ബോധം ഉള്ളിൽ നന്നായിട്ട് ഇവന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നിയമത്തിന്റെ വഴികളൊന്നും ഇവർ സ്വീകരിക്കാതെ ഭീഷണിപ്പെടുത്തി അവിടെ സമ്മർദ്ദം ഉണ്ടാക്കി പ്രകടനങ്ങൾ നടത്തി ബിഷപ്പിനെ നിശബ്ദനാക്കാമെന്ന് ഇവരൊക്കെ വിചാരിച്ചത്. അവർ സ്വയം എക്സ്പോസ് ചെയ്തു. പാലാ ബിഷപ്പ് പറഞ്ഞ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഞങ്ങൾ, മതവ്യാപനവും അവിശ്വാസികളുടെ നാശവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ, ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നടത്തുന്നവരാണ് ഞങ്ങൾ, ഞങ്ങളുടെ ആ രഹസ്യ അജണ്ട സമൂഹത്തിന് മുമ്പാകെ തുറന്നു കാണിച്ച പാലാ ബിഷപ്പിനെ ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്ന സന്ദേശമാണ് ഇവർ കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബോധം പിന്നെ ഇല്ലല്ലോ. മദ്രസയിൽ ആദ്യമായി കയറിയപ്പോ ചെരുപ്പിനൊപ്പം തലച്ചോറും അഴിച്ചു വെച്ച് പകരം 7-ാം നൂറ്റാണ്ടിലെ തലച്ചോറ് ഫിറ്റ് ചെയ്ത് നടക്കുന്ന ടീംസാണ് ഇവര്. 7-ാം നൂറ്റാണ്ടിലെ തലച്ചോറാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. പക്ഷെ കേരളീയ പൊതുസമൂഹം കൃത്യമായി ഇത് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ നാട്ടുകാർക്കുണ്ട്. ഈ നമ്മുടെ നാട്ടുകാരെന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാരെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. പൊതുബോധത്തിന്റെ പൾസ് അറിയാതെയാണ് അവർ ജിഹാദികളെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്. രണ്ടു കൂട്ടരും ഒരുപോലെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലെ
ഐക്യ ജമാഅത്തെ മുന്നണിയുടെ നേതാവായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് ഒത്തവിധം കൃത്യമായി പ്രതികളുടെ പക്ഷത്ത് നിന്ന് തന്നെ സംസാരിക്കുന്ന വി ഡി സതീശൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നാർക്കോട്ടിക് ജിഹാദ് സംഘപരിവാർ അജണ്ട, ലക്ഷ്യം ക്രൈസ്തവ മുസ്ലിം അകൽച്ച. സംഘപരിവാർ അജണ്ടയിൽ ഇരു വിഭാഗങ്ങളും പെട്ടുപോകരുതെന്നാണ് വി ഡി സതീശനൊക്കെ പറഞ്ഞത്. ഈ വി ഡി സതീശനൊക്കെ ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാർ അജണ്ടയാണെന്നൊക്കെ പറയാൻ അപാരമായ തൊലിക്കെട്ടി വേണം. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാർ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. വി ഡി സതീശനും കൂട്ടരും ഒട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അത് സംഘപരിവാർ അജണ്ടയാണെന്നൊക്കെ പുലമ്പുന്നത്. UNODC എന്ന് പറയുന്ന ഒന്നുണ്ട്, അതായത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന് പറയുന്ന ഒന്ന്. അവരുടെ 2017 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് നെറ്റിൽ ലഭ്യമാണ്. ദ ഡ്രഗ് പ്രോബ്ലം ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം, ഇല്ലിസിറ്റ് ഫൈനാൻഷ്യൽ ഫ്ലോസ്, കറപ്ഷൻ ആൻഡ് ടെററിസം എന്നാണ് ആ റിപ്പോർട്ടിന്റെ പേര്. അതായത് മയക്കുമരുന്ന് പ്രശ്നവും സംഘടിത കുറ്റകൃത്യവും അനധികൃത സാമ്പത്തിക ഒഴുക്കുകളും അഴിമതിയും ഭീകരതയും. ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ടെററിസത്തിന് മയക്കുമരുന്ന് വ്യാപാരവുമായുള്ള ബന്ധം വിശദീകരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ 35-ാമത്തെ പേജിൽ പറയുന്ന 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ടെററിസ്റ്റ്, ഇൻസർജന്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആംഡ് ഗ്രൂപ്പ്സ് എന്ന സബ് ഹെഡിങ്ങിന് താഴെ പറയുന്നത് ഇങ്ങനെയാണ്: തീവ്രവാദത്തിന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട നിർവചനമില്ലെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലും പ്രാദേശിക സംഘടനകളും അംഗരാജ്യ സർക്കാരുകളും നിരവധി സായുധ സംഘങ്ങളെ തീവ്രവാദ ഗ്രൂപ്പുകളായി നിർവചിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉടമ്പടികളും തീവ്രവാദ കുറ്റകൃത്യങ്ങളെ നിർവചിക്കുന്നു. താലിബാൻ, അൽ-ഖ്വയ്ദ, ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവയുമായി ബന്ധമുള്ള ഏകദേശം 80 ഗ്രൂപ്പുകൾക്കും 380-ലധികം വ്യക്തികൾക്കുമെതിരെ സുരക്ഷാ കൗൺസിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2015 തീവ്രവാദികൾ, കലാപകാരികൾ, നോൺ സ്റ്റേറ്റ് സായുധ സംഘങ്ങൾ മുതലായവയിലുണ്ടായ മരണങ്ങളിൽ 74%-നും താലിബാൻ, അൽ-ഖ്വയ്ദ, ISIL, അതിന്റെ അനുബന്ധ സംഘടനയായ ബോക്കോ ഹറാം എന്നിവർ ഉത്തരവാദികളാണ്. അതായത് 2015 തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കെടുത്താൽ അതിൽ 3/4 പങ്ക് ആളുകളെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് താലിബാൻ, അൽ-ഖ്വയ്ദ, ISIL, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ലെവന്റ്, ISIS എന്ന് പറയുന്ന അതിന്റെ, പിന്നെ ബോക്കോ ഹറാം എന്നീ 4 മുസ്ലിം സംഘടനകൾ ആണെന്നാണ് UN റിപ്പോർട്ട് പറയുന്നത്. 100-ലധികം ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ലോകത്തുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതിൽ വെറും 4 സംഘടനകളാണ് 2015 ഭീകരവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 74% പേരുടെ മരണത്തിന് ഉത്തരവാദികൾ. അപ്പോൾ ബാക്കിയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ കണക്കും കൂടി നോക്കുമ്പോൾ ആ വർഷം കൊല്ലപ്പെട്ട 99% പേരുടെയും മരണത്തിന് ഉത്തരവാദി ഈ ഖുർആനും ഹദീസുകളും വള്ളി തെറ്റാതെ ഫോളോ ചെയ്യാൻ നടക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണെന്ന് കാണാം. ആ വർഷം മാത്രമല്ല, അതിന് മുമ്പുള്ള വർഷങ്ങളിലും അതിന് ശേഷമുള്ള വർഷങ്ങളിലും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്തരം കണക്കുകൾ കാണുമ്പോഴാണ് മുഹമ്മദ് എന്നൊരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കാതെ ഇരുന്നെങ്കിൽ ഈ ലോകം എത്രത്തോളം സുന്ദരമാകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മുഹമ്മദ് ജനിക്കാതിരുന്നെങ്കിലേ ഈ ലോകം ഇന്ന് ഇതിനേക്കാൾ എത്ര സമാധാനപരമായി മുന്നോട്ട് പോയേനെ. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് തിരിച്ചു പോകാം. 2015 മുസ്ലിം ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ കൗൺസിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും സമഗ്രമായ തെളിവ് താലിബാനുമായി ബന്ധപ്പെട്ടതാണ്. അനധികൃത മയക്കുമരുന്ന് ഉൽപാദനം, നിർമ്മാണം, മയക്കുമരുന്ന് കടത്ത് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് താലിബാൻ നികുതി ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, മയക്കുമരുന്ന് കടത്തലിലും താലിബാൻ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് മഗ്രിബിലെ അൽ-ഖ്വയ്ദ കഞ്ചാവ്, കൊക്കൈൻ കടത്ത് എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കഞ്ചാവും കൊക്കൈനും കടത്തുന്നവരെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ചില തെളിവുകൾ സൂചിപ്പിക്കുന്നു. അൽ-ഖ്വയ്ദയിൽ നിന്ന് വേർപെട്ട പശ്ചിമാഫ്രിക്കയിലെ മറ്റ് ജിഹാദി പ്രസ്ഥാനങ്ങളുടെ കമാൻഡർമാരും നിലവിൽ മയക്കുമരുന്ന് കടത്തിൽ നേരിട്ട് പങ്കെടുത്തതായി തോന്നുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസിന്റെ 2017 വാർഷിക റിപ്പോർട്ടിൽ ഉള്ളതാണ് ഇത്. വി ഡി സതീശനും കൂട്ടരും ഇനി ഐക്യരാഷ്ട്രസഭയെയും സംഖ്യയാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ സംഖ്യയാക്കാനാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ മാത്രം സംഖ്യയാക്കിയിട്ട് കാര്യമില്ല. വേറെ ആളുകളും ഇതേ കാര്യത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് വെളിയിൽ വിട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് EFSIS എന്ന് പറയുന്ന യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന സംഘടനയുടെ സ്റ്റഡി റിപ്പോർട്ടുണ്ട്.
നാർക്കോ ജിഹാദ് ഹറാം മണി ഫോർ എ ഹലാൽ കോസ് എന്നാണ് ആ പഠനത്തിന്റെ പേര്. കൃത്യമായി നാർക്കോ ജിഹാദ് എന്ന വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. 2017 നവംബറിൽ അവർ ആ സ്റ്റഡി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഒരു ഉദ്ധരണിയോടുകൂടെയാണ്, ഒരാൾ പറഞ്ഞ അയാളുടെ പ്രസ്താവനയോടുകൂടെയാണ്. ബ്രിട്ടനിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്ന ലോകമെമ്പാടുമായി 3000-ലധികം ജീവനക്കാരുള്ള BD ഫുഡ്സ് എന്ന കമ്പനിയുടെ ചെയർമാനായ, ഇതൊരു ബംഗ്ലാദേശി കമ്പനിയാണ്, BD ഫുഡ്സ് എന്ന കമ്പനിയുടെ ചെയർമാനായ ബംഗ്ലാദേശിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായ, അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏറ്റവും നല്ല കയറ്റുമതിക്കാരനുള്ള അവാർഡൊക്കെ ബംഗ്ലാദേശ് ഗവൺമെന്റിൽ നിന്ന് പലവട്ടം ലഭിച്ചിട്ടുള്ള ആ വ്യക്തികളിൽ ഒരാളായ ബദറുദ്ദോസ ചൗധരി മോമൻ എന്ന് പറയുന്ന ആളുടെ ഒരു പ്രസ്താവനയോടെയാണ് ഈ ബദറുദ്ദോസ ചൗധരി മോമനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്തിനാണെന്നറിയോ? ബ്രിട്ടനിലേക്ക് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയത് അന്വേഷണത്തിൽ തെളിഞ്ഞു. അതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. അതായത് ബ്രിട്ടനിലേക്ക് വരുന്ന ഈ ഹെറോയിൻ, ഹാഷിഷ് ഓയിൽ, അങ്ങനെ മറ്റു പല കാര്യങ്ങളുടെയും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സർക്കാരിന് ഒരു സംശയം, അവിടുത്തെ ബ്രിട്ടീഷ് സർക്കാരിന് ഒരു സംശയം. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശി എംബസിയെ അറിയിച്ചു. അങ്ങനെ ആ എംബസിയുടെ ഇതിൽ രഹസ്യമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ? ഈ BD ഫുഡ്സ് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റേ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മറവിൽ മയക്കുമരുന്നുകളും ധാരാളം കയറ്റി അയക്കുന്നുണ്ട്. അത് BD ഫുഡ്സ് ഡയറക്റ്റ് അല്ല, കുറെ കടലാസ് കമ്പനികളെ ഉണ്ടാക്കി. നിലവിൽ ആ കമ്പനികളൊന്നുമില്ല, ഇവിടുന്ന് കയറ്റി അയക്കുന്നു. അതുപോലെ അവിടെ സ്വീകരിക്കാനും കുറെ കടലാസ് കമ്പനി ബ്രിട്ടനിൽ നിലവിൽ അങ്ങനെ കമ്പനികളൊന്നും ഇല്ല. അവിടേക്ക് ചെല്ലുന്നു, ആ കമ്പനികളുടെ അഡ്രസ്സിൽ വരുന്ന ഫുഡ് ഓരോരുത്തരൊക്കെ സ്വീകരിച്ചിട്ട് പോകുന്നു. കടലാസ് കമ്പനിയാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റുകയില്ല. ഇതിനകത്ത് യഥാർത്ഥത്തിൽ മയക്കുമരുന്നാണ്, കള്ളക്കടത്ത് ഇതായിട്ട്. 15 കൊല്ലം കൊണ്ട് 948 കിലോ ഹെറോയിൻ ആണ് ഈ ബദറുദ്ദോസ ചൗധരി മോമൻ ബ്രിട്ടനിലേക്ക് കടത്തിയത്. ഇയാൾക്ക് ഇത് കിട്ടിയിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ വഴിയാണ് ഈ ബംഗ്ലാദേശിലേക്ക് ഈ സാധനം എത്തിയിരുന്നത്. അവിടെ നിന്ന് ഇയാൾ ബംഗ്ലാദേശിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. ഇയാൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത്, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. പൈസ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ പല പണം ഉണ്ടാക്കാൻ വേണ്ടി, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കള്ളക്കടത്തൊക്കെ നടത്തുന്നത്. ഇത് ആ ടൈപ്പ് അല്ല. ഇയാൾ കോടീശ്വരനാണ്, സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നയാളാണ്. സർക്കാരിന്റെ അവാർഡുകളൊക്കെ, കയറ്റുമതിക്കാരനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. 3000-ലധികം തൊഴിലാളികൾ ലോകത്തിലെമ്പാടുമായിട്ട്, അയാളുടെ ഈ ഒറ്റ കമ്പനി അല്ലാതെ അതൊരു ശൃംഖലയായിട്ട് പരന്നു കിടക്കുകയാണ്. അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആള് ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ചെയ്തത്. പിന്നെ എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് അറിയാമോ? ഇത് ജിഹാദിന്റെ ഭാഗമായി അയാൾ ചെയ്തതാണ്. ജിഹാദിന്റെ ഭാഗമായിട്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ നടത്തിയ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ നിന്നുള്ള ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ നാർക്കോ ജിഹാദ് ഹറാം മണി ഫോർ എ ഹലാൽ കോസ് എന്ന പേപ്പർ ആരംഭിക്കുന്നത്. അതില് ഈ ബദറുദ്ദോസ ചൗധരി മോമൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ നോബിൾ റെസ്പോൺസിബിലിറ്റി ടു സ്പോയിൽ ദ വെസ്റ്റേൺ സൊസൈറ്റി വിത്ത് ഡ്രഗ്സ്. പാശ്ചാത്യ സമൂഹത്തെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് ഞങ്ങളുടെ മഹത്തായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന്. സൗദി അറേബ്യൻ കോടീശ്വരനായ ഒസാമ ബിൻ ലാദൻ തന്റെ വൃത്തികെട്ട പാശ്ചാത്യ ജീവിത ശൈലി അവസാനിപ്പിച്ച് ദീൻ അനുശാസിക്കുന്നത് പോലെ മാതൃകാപരമായ ഉത്തമ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോ ജിഹാദ് ചെയ്യാൻ വേണ്ടി ആയുധങ്ങളുമായി ഇറങ്ങി, തോക്കും ബോംബും മിസൈലും ഒക്കെ ആയിട്ട്. എന്നാൽ അതേപോലെ തന്നെ ബംഗ്ലാദേശി കോടീശ്വരനായ ബദറുദ്ദോസ ചൗധരി മോമൻ ദീൻ അനുശാസിക്കുന്ന വിധത്തിലുള്ള ഉത്തമ മുസ്ലിമായി ജീവിക്കാൻ ആരംഭിച്ചപ്പോ അയാളും കാഫിറുകൾക്കെതിരെ ജിഹാദിന് ഇറങ്ങി. പക്ഷെ ആ ജിഹാദിന്റെ ആയുധങ്ങൾ വ്യത്യസ്തമായിരുന്നു. തോക്കോ ബോംബോ മിസൈലോ ആയിരുന്നില്ല, ഡ്രഗ്സ് ആയിരുന്നു കാഫിറുകളെ കൊല്ലാൻ അയാൾ തിരഞ്ഞെടുത്ത ആയുധം. നിങ്ങളിത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്കറിയാവുന്ന വളരെ ലിബറൽ ആയിരിക്കുന്ന ഏതൊരു മുസ്ലിമും ഏത് നിമിഷം വേണമെങ്കിലും ദീൻ അനുശാസിക്കുന്ന ഉത്തമ മുസ്ലിമായി ജീവിക്കണം എന്ന് തീരുമാനിച്ച് ഇതുപോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. ഒസാമ ബിൻ ലാദനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് പബ്ബിലൊക്കെ കയറി ഫുള്ള് വെസ്റ്റേൺ ജീവിതശൈലിയായിരുന്നു. ഡിസ്കോ ഒക്കെ കളിച്ച് അങ്ങനെയൊക്കെ നടത്തിയിരുന്ന ആളാണ്. ആ ആളാണ് ഒരു ദിവസം ഇതൊന്നും ശരിയല്ല, ഇത് അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരത്തിലാണ്, ദീനിയായി ജീവിക്കണം തീരുമാനിച്ചത്. ഇയാൾ അതുപോലെ തന്നെ ഇങ്ങനെ എത്ര ആളുകൾ. എന്നെ 2 ദിവസം മുമ്പ് ഒരാൾ ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോടൊപ്പം 10 വർഷം മുമ്പ് ബാറിൽ ചെന്ന് മദ്യപിക്കുകയും അതുപോലെ തന്നെ പന്നിയിറച്ചിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിം. അദ്ദേഹം യഥാർത്ഥത്തിൽ മുസ്ലിമേ അല്ല, അതുകൊണ്ടാണല്ലോ പന്നിയിറച്ചിയൊക്കെ കഴിച്ച് ബാറിൽ നിന്ന് മദ്യപിക്കാൻ വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ദീനിയായി.
പുള്ളി ഇപ്പോ മറ്റുള്ളവരെയൊക്കെ നിനക്ക് സ്വർഗത്തിൽ പോണ്ടേ പെണ്ണെ എന്നുള്ള നിലയിൽ മറ്റുള്ളവരെയൊക്കെ ദീൻ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഹറാമാണ്, ഇതൊന്നും മുസ്ലിങ്ങൾക്ക് പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെയൊക്കെ കാര്യം അധോഗതിയാണ്. അതാണ് സംഭവിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ധാരാളം തീവ്രവാദികളുടെയൊക്കെ നമ്മൾ പശ്ചാത്തലം തെരഞ്ഞു പോകുമ്പോൾ കാണുന്നത് ഒരു കാലത്ത് അവർ വളരെ ലിബറൽ മെന്റാലിറ്റിയിൽ നടന്നിരുന്നവരാണ്. ആരെയും ഒരു ഇതിനും പോകാതെ നന്നായിട്ട് നടന്നിരുന്നവരാണ്. പക്ഷെ ഈ മതം തലയിൽ കയറി കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഇതില് ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് കിട്ടിയതായിരിക്കും, അന്നതിന് വില കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തോന്നുകയാണ് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനി അങ്ങനെ ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ നമുക്കറിയാം, ബൈബിളൊന്നും അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുകയും ഒരു സുപ്രഭാതത്തിൽ അവന് തോന്നുന്നു ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ബൈബിൾ അനുസരിച്ച് ജീവിക്കണം എന്ന് തോന്നിയാൽ അവൻ അവന്റെ മദ്യപാനം ഉപേക്ഷിക്കും, ചൂതാട്ടം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കും, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കും. അവൻ നാടിനും വീടിനും കൊള്ളാവുന്ന നല്ലൊരു മനുഷ്യരായിട്ട് ജീവിക്കും. പക്ഷെ ഒരു മുസ്ലിം അങ്ങനെ തീരുമാനിച്ചാൽ, അവന്റെ മതഗ്രന്ഥം അനുസരിച്ച് ജീവിക്കണമെന്ന് അവൻ തീരുമാനിച്ചാൽ പിന്നെ കാര്യം പോക്കാണ്. ഇനി വേറൊരു കാര്യം കൂടി അതിനകത്ത് ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകനായ അഹമ്മദ് റഷീദ് ഒരു അഫ്ഗാനിസ്ഥാൻ ഉദ്യോഗസ്ഥനുമായുള്ള അഭിമുഖം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ മയക്കുമരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. അപ്പോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒഴുകുന്ന ഓപ്പിച്ചെടിയിൽ നിന്ന് എടുക്കുന്ന നമ്മളുടെ കറുപ്പ് എന്ന് പറയുന്ന ആ മയക്കുമരുന്ന് ഓപ്പിയം, ആ ഓപ്പിയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇത് ഹറാമായ കാര്യമല്ലേ എന്നുള്ള ആ ചോദ്യത്തിന് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഓപ്പിയം ഈസ് പെർമിസിബിൾ, ഓപ്പിയം ഹലാലാണ്. എങ്ങനെ ഹലാലാകുന്നു? ബിക്കോസ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ കാഫിർസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് നോട്ട് ബൈ മുസ്ലിംസ് ഓർ അഫ്ഗാൻസ്. അതായത് ഇതിന്റെ ഉപഭോക്താക്കള്, ഈ ഓപ്പിയത്തിന്റെ ഉപഭോക്താക്കള് അവർ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കാഫിറുകളാണ്, അല്ലാതെ മുസ്ലിങ്ങളോ അഫ്ഗാനികളോ അല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഹലാലാണ്, ഇത് ഹറാമല്ല. അവിശ്വാസികളെ കൊല്ലാൻ വേണ്ടി ജിഹാദാണ്, ജിഹാദിന്റെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഹലാലാണ്. പക്ഷെ ഇവരുടെ ഒരു കാര്യം വ്യാമോഹമായി പോയി. എന്താണെന്നറിയാമോ? ഇത് മുസ്ലിങ്ങളോ അഫ്ഗാനികളോ അല്ല ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അത് ഇവർക്ക് പറ്റിയ ഭയങ്കര അബദ്ധമാണ്. കാഫിറുകളെ നശിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഓപ്പിയവും ഹെറോയിനും കയറ്റി അയച്ച അഫ്ഗാനിസ്ഥാൻ ഇന്ന് അതിന് വളരെ വലിയ വില കൊടുക്കുന്നുണ്ട്. അഫ്ഗാൻ യുവത്വത്തിൽ ഭൂരിഭാഗവും ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. താലിബാൻ ഭരണം പിടിക്കുന്നത് വരെയുള്ള സമയത്ത് പാലങ്ങളുടെ കീഴിൽ ഓപ്പിയം അടിച്ച് കിറുങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരെ ഇഷ്ടം പോലെ കാണാമായിരുന്നു. ഇപ്പൊ അവരെ പാലങ്ങളുടെ കീഴിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ വീട്ടിനകത്ത് ഡ്രഗ്സ് അടിച്ച് കിറുങ്ങിയിരിക്കുന്നുണ്ടാവും. അഫ്ഗാൻ യുവത്വം മയക്കുമരുന്നിന് അടിമപ്പെട്ട് നശിച്ചു പോകുന്നത് കണ്ടിട്ട് അഫ്ഗാനിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായി ഇങ്ങനെ പറയുകയുണ്ടായി: എയ്തർ അഫ്ഗാനിസ്ഥാൻ ഡിസ്ട്രോയ്സ് ഓപ്പിയം ഓർ ഓപ്പിയം വിൽ ഡിസ്ട്രോയ് അഫ്ഗാനിസ്ഥാൻ. ഒന്നുകിൽ അഫ്ഗാനിസ്ഥാൻ ഓപ്പിയത്തിനെ നശിപ്പിക്കും, അതല്ലെങ്കിൽ ഓപ്പിയം അഫ്ഗാനിസ്ഥാനെ നശിപ്പിക്കുമെന്ന്. മനസ്സിലായി? അതുപോലെ അവിടെയുള്ള ജനങ്ങൾ ഇതിന് അഡിക്റ്റ് ആയി പോയി. കാഫറുകളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനു വേണ്ടിയിട്ട് ആ ഉദ്ദേശത്തോടുകൂടി വലുതായിട്ടങ്ങ് കൃഷി നടത്തി കുറേ അങ്ങ് ഉൽപ്പാദിപ്പിച്ചു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. അവര് തന്നെ ആ കെണിയിൽ വീണുപോയി. ആ ജനം അങ്ങനെ നശിച്ചുപോയി. ഇനി വേറൊരു പഠനമുണ്ട്. ദ നാഷണൽ ബ്യൂറോ ഓഫ് ഏഷ്യൻ റിസർച്ചിന്റെ പഠനമാണ്, NBR എന്ന് പറയുന്ന അവരുടെ പഠനമാണ്. 2009 ആ പഠനം പുറത്തിറങ്ങുന്നത്, അതായത് 12 കൊല്ലം മുമ്പ്. അതിന്റെ തലക്കെട്ട് നാർക്കോ ജിഹാദ്, ഡ്രഗ് ട്രാഫിക്കിംഗ് ആൻഡ് സെക്യൂരിറ്റി ഇൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ എന്നാണ് ആ പഠനത്തിന്റെ പേരതാണ്. ഇസ്ലാമിക ഭീകരവാദികളും മയക്കുമരുന്ന് കള്ളക്കടത്തും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ പറ്റി ആ പഠനത്തിൽ വിശദമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാർക്കോ ജിഹാദ് എന്ന വാക്ക് ഒരു വ്യാഴവട്ടക്കാലത്തിലധികമായി ലോകത്ത് പ്രചാരത്തിലുണ്ട്. നാർക്കോ ജിഹാദിനെ കുറിച്ച് ആധികാരികമായ പല പഠനങ്ങളും ലോകത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഐക്യ ജമാഅത്തെ മുന്നണി നേതാവായ വിഡ്ഢി സതീശൻ അതിനെക്കുറിച്ച് യാതൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് നാർക്കോ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാർ അജണ്ടയാണ് എന്ന മണ്ടത്തരം യാതൊരു ഉളുപ്പുമില്ലാതെ തട്ടിവിടാൻ ടിയാന് കഴിയുന്നത്. നാർക്കോ ടെററിസത്തെ കുറിച്ച് കത്തോലിക്ക സഭ ആദ്യമായിട്ടല്ല കേരളീയ പൊതുസമൂഹത്തോട് പറയുന്നത്. 2020 KCBC ജാഗ്രത ന്യൂസിൽ ഫാദർ ജസ്റ്റിൻ കാഞ്ഞൂത്തറ നാർക്കോ ടെററിസം കേരളത്തിൽ എന്ന ഒരു ലേഖനം എഴുതിയിരുന്നു. കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് സർക്കാർ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് അത്. മയക്കുമരുന്ന് കച്ചവടവും ജിഹാദി ഭീകരവാദവും തമ്മിലുള്ള ബന്ധം വ്യക്തമായി വരച്ചു കാട്ടിയതിനു ശേഷം ഫാദർ ജസ്റ്റിൻ കാഞ്ഞൂത്തറ കേരളത്തിൽ നാർക്കോ ടെററിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്.
മയക്കുമരുന്ന് കടത്ത് കേരളത്തിലേക്ക് എന്ന ചെറുതലക്കെട്ടിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത നാർക്കോട്ടിക് കേസുകളുടെ കണക്കുകൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. എക്സൈസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണത്തിലുള്ള വർധനവ് അദ്ദേഹം നൽകുന്നു. 2016 2033 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ 2017 5946, 2018 7573 എന്നിങ്ങനെയാണ് കണക്ക്. എക്സൈസിന്റെ കണക്കിന് ശേഷം അദ്ദേഹം കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കണക്കുകൾ നിരത്തുന്നു. കേരള പോലീസ് 2016 6501 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ 2017 ഈ സംഖ്യ 9359 2018 9521 വളർന്നു. ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തത് 2016 10.79 കിലോഗ്രാം ആണ്. 2018 ഇത് 65.94 കിലോഗ്രാം ആയി കുതിച്ചുയർന്നു. 2019 മെയ് മാസം ആയപ്പോഴേക്കും 40 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടി കഴിഞ്ഞിരുന്നു. നിട്രാസെപ്പാം ടാബ്ലറ്റുകൾ 2016 പിടികൂടിയത് 1500 എണ്ണമാണെങ്കിൽ 2017 ഇവയുടെ എണ്ണം 7800 ആയി കുതിച്ചുയർന്നു. 2018 പിടിച്ചെടുത്തത് 10700 ടാബ്ലറ്റുകളാണ്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ സാം ക്രിസ്റ്റി പറഞ്ഞതനുസരിച്ച് പിടികൂടിയ മയക്കുമരുന്നുകളുടെ കണക്ക് ആകെ കടത്തപ്പെടുന്ന മയക്കുമരുന്നിന്റെ ചെറിയ അംശം മാത്രമാണ്. പിടിക്കപ്പെടുന്നതിന്റെ 10 ഇരട്ടിയെങ്കിലും പിടിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ അതിന്റെ ഭീകരത നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ വിറ്റഴിയപ്പെടുന്നു. നമ്മുടെ ചെറുപ്പക്കാർ ഇത് ഉപയോഗിക്കും. ചെറുപ്പക്കാരും പ്രായമായവരൊക്കെ, കുഞ്ഞുങ്ങൾ വരെ, ഒരു കൗമാരപ്രായത്തിലുള്ളവർ മുതൽ. അപ്പൊ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമാണിത്. മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 95% കേസുകളിലും ആ സംഘത്തിന്റെ തലവൻ ഒരു മുസ്ലിം ആയിരിക്കും. ഞാൻ കുറച്ചു കാലമായിട്ട് ഇത്തരം കേസുകൾ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ഓൺലൈൻ പത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ അതൊന്ന് വായിച്ചു പോകും. അപ്പൊ ആ സംഘത്തിന്റെ, ആ മയക്കുമരുന്ന് കടത്തിയ ആ സംഘത്തിന്റെ തലവൻ മുസ്ലിം പേരുള്ളവരാണ്. അപൂർവമായിട്ട് ഒരു ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ പേര് കാണുകയുള്ളൂ. ഇത്രയും നാളുകൾക്കിടയിൽ ഞാൻ ആകെ 2-3 കേസ് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ചില വർഷങ്ങളായിട്ട്. ബാക്കിയുള്ളതെല്ലാം എപ്പോഴും ഒരു മുസ്ലിമിന്റെ പേര് തന്നെയായിരിക്കും. എന്നാൽ അതിലെ കാരിയറുകളായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, കാരിയറുകളായിട്ടുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ, അധികവും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളായിരിക്കും. ആൺകുട്ടികളുണ്ടില്ലെന്നല്ല, പക്ഷെ പെൺകുട്ടികളും അധികമാണ്. ഈ ലവ് ജിഹാദിന്റെ കെണിയിൽ കുടുക്കി മയക്കുമരുന്നിന് അടിമകളാക്കി തീർത്ത് ഇതിന്റെ കാരിയറുകളാക്കി ഇവരെ മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. KCPC ജാഗ്രത ന്യൂസിൽ കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഫാദർ ജസ്റ്റിൻ കാഞ്ഞൂത്തറ എഴുതിയ ലേഖനം കേരളീയർ അധികം ശ്രദ്ധിക്കാതെ പോയി. കാരണം നാർക്കോട്ടിക് ടെററിസം എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കണം അത് ശ്രദ്ധിക്കാതെ പോയത്. ജിഹാദി മാധ്യമങ്ങളൊന്നും, അല്ലെങ്കിൽ ജിഹാദി നിയന്ത്രിത മാധ്യമ പ്രവർത്തകർ ആരും അത് മൈൻഡ് ചെയ്തില്ല. ഇത് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു അല്പം കൂടി കൃത്യമായ വാക്ക്, അതായത് നാർക്കോട്ടിക് ജിഹാദി എന്ന വാക്ക് ബഹുമാനപ്പെട്ട പാലാ രൂപതാ ബിഷപ്പ് ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. അത് ഫലം കാണുകയും ചെയ്തു. സകല ജിഹാദികളും അദ്ദേഹത്തിന് നേരെ സടകുടഞ്ഞെഴുന്നേറ്റു. ഫലം എന്താണ്? ഒരൊറ്റ ദിവസം കൊണ്ട് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് കേരള സമൂഹം ചർച്ച ചെയ്തു. അദ്ദേഹം ആ പ്രസംഗം എഴുതിക്കൊണ്ട് വന്നത് വായിക്കുകയായിരുന്നു എന്ന് ഓർക്കണം. അതായത് പ്രസംഗത്തിന്റെ ആവേശത്തിൽ മുമ്പിലിരിക്കുന്ന കാണികളെ കണ്ടപ്പോ ഈ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ഭയങ്കര അങ്ങ് ഓരോ മണ്ടത്തരങ്ങൾ അടിച്ചു വിടാറുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞതല്ല അത്. മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ്. താൻ ഈ വാക്ക് ഉപയോഗിച്ചാൽ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പ്രകമ്പനം ഉണ്ടാക്കും എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഉപയോഗിച്ച വാക്കാണത്. അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെ നടന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നാർക്കോട്ടിക് ജിഹാദ് ഒരു ചർച്ചാ വിഷയമായി. ഇന്റലക്ച്വൽ ജിഹാദികളുടെ തന്ത്രം പാളിപ്പോയത് ഇവിടെയാണ്. നാർക്കോ ജിഹാദിനെ കുറിച്ച് ഈ വർഷം ഏപ്രിൽ 8 സംഘപരിവാർ നേതാവായ പ്രതീഷ് വിശ്വനാഥ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മൾ ആരെങ്കിലും ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞോ? ഇല്ല. ഇന്റലക്ച്വൽ ജിഹാദികളും അവർ നിയന്ത്രിക്കുന്ന മാധ്യമ ലോകവും അത് അവഗണിച്ചു വിട്ടു. എന്നാൽ പാലാ ബിഷപ്പ് അത് പറഞ്ഞപ്പോൾ, നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വാക്ക് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോ സകല ജിഹാദികളും അവരുടെ പിണിയാളുകളായ രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും ബിഷപ്പിന്റെ പുറകെ കൂടി. അവർക്ക് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒതുക്കണം, ഈ പാലാ ബിഷപ്പിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിനെതിരെ സൈബർ ബുള്ളിയിങ് ഭയങ്കരമായിട്ട് നടത്താൻ ഒരു പ്ലാനിട്ട് നടക്കുകയാണ്. പ്ലാനിട്ടല്ല, അത് പ്രായോഗികമാക്കുന്നുണ്ട്. കിട്ടിയ അവസരത്തിലൊക്കെ ഇദ്ദേഹത്തിന് വരെ കുതിര കയറാൻ അവർ വരുന്നുണ്ട്. അത് ഇദ്ദേഹത്തിനും അറിയാം, പാലാ ബിഷപ്പിനും അറിയാം ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് പുറത്തുണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ബോധ്യത്തോടു കൂടെ തന്നെ ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ഫലം എന്താണ്? ഇവർ അദ്ദേഹത്തിന് നേരെ കുതിര കയറാൻ ചെന്നു.
നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് അറിയാത്ത ഒരു കുഞ്ഞും ഇന്ന് കേരളത്തിലില്ല എന്ന സ്ഥിതിയിലായി. ബിഷപ്പ് ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. ഈ വിഷയത്തെ കുറിച്ച് കേരള സമൂഹം ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അത് അങ്ങനെ തന്നെ നടന്നു. അതായത് വാസ്തവത്തിൽ ഇപ്പൊ എന്താ ഇവര് വിചാരിക്കുന്നത് പോലെ ബിഷപ്പിനെ സമ്മർദ്ദത്തിലാക്കുകയല്ല, ബിഷപ്പിട്ട ചൂണ്ടയിൽ ഇവര് കൊത്തി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി വിമോചന കേന്ദ്രങ്ങൾ ഉള്ളത് കത്തോലിക്ക സഭയുടെ കീഴിലാണ്. അവിടങ്ങളിലെ ഓരോ അന്തേവാസിയുടെയും ഹിസ്റ്ററി അവർക്കറിയാം. എങ്ങനെയാണ് ആദ്യമായി ലഹരിയുടെ ലോകത്ത് എത്തപ്പെട്ടത്, ആരാണ് ആദ്യമായി അത് അവർക്ക് കൊടുത്തത്, അതുപോലെ പിന്നെ അതിനുശേഷമുള്ള കാലത്ത് ഇവർക്ക് ഈ മയക്കുമരുന്നുകൾ ഇത് ആരാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെ ഓരോ രോഗിയിൽ നിന്നും ഇവർ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള ജിഹാദിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് പാലാ ബിഷപ്പ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ ഇന്റലക്ച്വൽ ജിഹാദികൾക്ക് ഇല്ലാതെ പോയി. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുള്ള ക്ലബ് ഹൗസ് ചർച്ചകളിൽ മുസ്ലിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: ലഹരി ഇസ്ലാമിൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്നാണ് അവര് പറയുന്നത്. വാസ്തവത്തിൽ ആ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്നുള്ളതാണ് വസ്തുത. പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകനായ അഹമ്മദ് റഷീദ് അഫ്ഗാൻ ഉദ്യോഗസ്ഥരോട് ഈ ചോദ്യം ചോദിച്ചതാണ്: ലഹരി ഞമ്മക്ക് ഹറാമല്ലേ, അപ്പൊ അത് ഉണ്ടാക്കാനോ വിൽക്കാനോ പാടുണ്ടോ എന്ന്. അപ്പൊ അയാൾ നൽകിയ മറുപടി അത് നമ്മൾ ആദ്യമേ കണ്ടതാണല്ലോ: ഓപ്പിയം ഈസ് പെർമിസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ കാഫീർസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് നോട്ട് ബൈ മുസ്ലിംസ് ഓർ അഫ്ഗാൻസ്. ഓപ്പിയം ഹലാലാണ്, കാരണം ഇതിന്റെ ഉപഭോക്താക്കൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കാഫിറുകളാണ്, അല്ലാതെ മുസ്ലിങ്ങളോ അഫ്ഗാനികളോ അല്ല എന്ന്. അതായത് അവിശ്വാസികളെ കൊല്ലാൻ ജിഹാദിന്റെ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കാം, അതിലൊരു തെറ്റുമില്ല, അത് ഹറാമല്ല, അത് ഹലാലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവിടെയുള്ള ഈ മുസ്ലിങ്ങൾ, താലിബാനും അല്ലെങ്കിൽ അൽ-ഖ്വയ്ദ, ISIL പോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ഈ ടീംസ്, ബോക്കോ ഹറാം അടക്കമുള്ള ഇങ്ങനെയുള്ള ഈ മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അമുസ്ലിങ്ങളോട് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ഖുർആനിലേക്കും ഹദീസുകളിലേക്കും പോകേണ്ടി വരും. മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനാണ് ഖുർആനിന്റെ കൽപ്പന. സൂറ 8:39 നമുക്കത് കാണാനായിട്ട് സാധിക്കും. അള്ളാഹുവിന് വേണ്ടിയുള്ള യുദ്ധം അത് വഞ്ചനയുള്ള യുദ്ധമാണെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഹദീസുകളിൽ നമുക്ക് കാണാം, ഞാൻ വായിക്കാം. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 17. ജാബിറിൽ നിന്ന് അമ്ര നിവേദനം, നബി പറഞ്ഞു, യുദ്ധം തന്ത്രമാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും യുദ്ധതന്ത്രത്തെ കുറിച്ചാണ് മുഹമ്മദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം തന്ത്രമാണ്, അതായത് യുദ്ധം ജയിക്കാൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ യുദ്ധതന്ത്രം അത് ലോകത്തെല്ലാ സൈനിക മേധാവികളും ചെയ്യുന്നതാണ്, യുദ്ധതന്ത്രങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചാണ്. പക്ഷെ അതല്ല ഇത്, അത് ആ തന്ത്രത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഇതേ ഹദീസ് ബുഖാരിയിലുണ്ട്. സ്വഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 268. അവിടെ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം വഞ്ചനയാണ് എന്നാണ്. ഡിസീറ്റ്, യുദ്ധം ഒരു വഞ്ചനയാണ്. ഹദീസ് നമ്പർ 269 മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം വഞ്ചനയാണെന്നാണ്. അത് ജാബിർ ഇബ്നു അബ്ദുള്ളയാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നത്. ഇനി സ്വഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 267 അവിടെയും മുഹമ്മദ് ഇതേ കാര്യം പറയുന്നുണ്ട്. ആ ഹദീസ് നിങ്ങളിപ്പോ ഇംഗ്ലീഷിലാണ് കാണുന്നത്, ഞാൻ മലയാളം പറയാം. അബൂ ഹുറൈറ നിവേദനം, പ്രവാചകൻ പറഞ്ഞു, ഗസ്രു നശിപ്പിക്കപ്പെടും, അവന്റെ ശേഷം ഗസ്രു ഉണ്ടാവുകയില്ല. സീസർ തീർച്ചയായും നശിപ്പിക്കപ്പെടും, അവന്റെ ശേഷം സീസർ ഉണ്ടാവുകയില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ഖജനാവുകൾ ചെലവഴിക്കും. അദ്ദേഹം പറഞ്ഞു, യുദ്ധം വഞ്ചനയാണ്. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വഞ്ചനയാണെന്ന് മുഹമ്മദ് വളരെ വ്യക്തമായി മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ യുദ്ധം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മലയാള പരിഭാഷയാണ്, സ്വഹീഹ് ബുഖാരിയുടെ മലയാള പരിഭാഷയിൽ നിന്നാണ്. അധ്യായം 58 ഹദീസ് നമ്പർ 1260 CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ നിന്നുള്ളതാണ്. അബൂ ഹുറൈറ പറയുന്നു, പ്രതിപക്ഷത്തെ അവരറിയാതെ ഗൂഢതന്ത്രം മുഖേന പരാജയപ്പെടുത്താനുള്ള ശ്രമം എന്ന് യുദ്ധത്തിന് തിരുമേനി പേർ നൽകി. ഇപ്പൊ എതിരാളികളെ അവരറിയാതെ രഹസ്യതന്ത്രം മുഖേന പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് യുദ്ധം. അഥവാ ഒരു വഞ്ചനയിലൂടെ എതിരാളികളെ അവരറിയാതെ തന്നെ അവരെ പരാജയപ്പെടുത്താനുള്ള ആ ശ്രമമാണ് യുദ്ധം എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ഇന്ന് നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നത്. ഈ ഖുർആൻ ഹദീസുകളും അനുസരിക്കാൻ തയ്യാറാകുന്ന ഇവരെ പോലെയുള്ള മുസ്ലിങ്ങളുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകേണ്ട ചെറുപ്പക്കാരെ ലഹരിയുടെ മായാവലയത്തിൽ കുടുക്കി അവർ പോലും അറിയാതെ അവരെ പരാജിതരാക്കി മാറ്റുന്ന, അവരെ പരാജയപ്പെടുത്തുന്ന, ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവരെ പരാജയപ്പെടുത്തുന്ന, ലഹരിക്ക് അടിമകളാക്കി തീർക്കുന്ന ഈ വഞ്ചനാത്മകമായ പ്രവൃത്തി ചെയ്യാൻ ഈ മുസ്ലിം ഗ്രൂപ്പുകൾക്ക് കഴിയുന്നത് ഇത്തരം ഹദീസുകൾ ഉള്ളത് കൊണ്ടാണ്.
ഇവരിത് ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. മയക്കുമരുന്ന് വിറ്റ് കിട്ടുന്ന കോടികൾ കൊണ്ടാണ് ഇവർ ജിഹാദിനുള്ള ആയുധങ്ങൾ വാങ്ങുന്നത്. അതിനും അവർക്ക് പ്രേരകം മുഹമ്മദിന്റെ ചര്യ തന്നെയാണ്. മുഹമ്മദും കൂട്ടരും മദീനയിലുണ്ടായിരുന്ന ബനു ഖുറൈദ എന്ന യഹൂദ ഗോത്രത്തെ ഉപരോധിച്ച് കീഴടക്കുകയും ഇങ്ങനെ കീഴടങ്ങിയവരിലെ ഗുഹ്യഭാഗത്ത് രോമം വളരാൻ തുടങ്ങിയവർ മുതൽ മുകളിലോട്ട് പ്രായമുള്ള സകല ആണുങ്ങളെയും കൊന്നുകളയുകയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചെടുത്ത് അടിമകളും വെപ്പാട്ടികളുമായി വെക്കുകയും ചെയ്തതിനെ കുറിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് പല 6 ഹദീസ് സുഹാസിത്തയിലും പലയിടങ്ങളിലായിട്ട് അത് കാണാം. എന്നാൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ ഹദീസുകളിൽ ഇല്ല. ഈ ബനു ഖുറൈദയിൽ നിന്ന് പിടിച്ചെടുത്ത അടിമ സ്ത്രീകളിൽ ഒരു വിഭാഗത്തെ മുഹമ്മദ് എന്താണ് ചെയ്തതെന്ന് മുഹമ്മദിന്റെ ആദ്യ ജീവചരിത്രമായ ഇബ്നു ഇഷാഖിന്റെ സീറ റസൂലുള്ളാഹിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ 2ാം പ്രമാണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വഹീഹ് ബുഖാരി എഴുതപ്പെടുന്നതിനും 100 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടതാണ് സീറ റസൂലുള്ളാഹി എന്ന ഗ്രന്ഥം. അതായത് ചരിത്രകാരന്മാർ പരിശോധിക്കുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വഹീഹ് ബുഖാരിയേക്കാൾ വളരെയധികം ആധികാരികതയുള്ളതാണ് ഈ സീറ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഗ്രന്ഥം. പക്ഷെ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് അത് നാണക്കേടാണ്. ആ ഗ്രന്ഥം അവർ അംഗീകരിക്കുകയില്ല. കാരണം ഈ പരിഷ്കൃത ലോകത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും മുഹമ്മദ് ചെയ്തത് സീറ റസൂലുള്ളാഹി ഇബ്നു ഇഷാഖ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഇഷാമിന്റെ സീറയിലും ഉണ്ട്. അതുകൊണ്ട് ഇവർ സീറകൾ അംഗീകരിക്കുകയില്ല. ഇവർക്കത് നാണക്കേടാണ്, ലജ്ജയാണ്. പരിഷ്കൃത ലോകത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട്. പക്ഷെ ഒരു ചരിത്രകാരൻ അവൻ ആ ചരിത്രപരമായ ഒരു കാര്യത്തിന്റെ വിശ്വസനീയതയും ആധികാരികതയും പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഈ ബുഖാരിയേക്കാളും 100 മടങ്ങ് ആധികാരികതയുള്ള ഗ്രന്ഥമാണ് സീറ റസൂലുള്ളാഹി. അപ്പൊ ഈ സീറ റസൂലുള്ളാഹിയുടെ 466-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്തലൻ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ബനു ഖുറൈസയുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്തു. 1/5 തനിക്കായി നീക്കിവെച്ചു. ഓരോ കുതിരക്കാരനും 3 ഓഹരികൾ ലഭിച്ചു. 1 തനിക്കും 2 ഓഹരി കുതിരയ്ക്കും, ഓരോ കാലാളിനും 1 ഓഹരി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ്: അപ്പോസ്തലൻ അബ്ദുൽ അഷ്ഹലിന്റെ സഹോദരൻ സാദ് ബിൻ സായിദ് അൽ അൻസാരിയെ ബനു ഖുറൈസയിൽ നിന്ന് അടിമകളാക്കിയ സ്ത്രീകളുമായി നജ്ദിലേക്ക് അയച്ചു. അവൻ അവരെ വിറ്റ് കുതിരകളും ആയുധങ്ങളും വാങ്ങി. യഹൂദന്മാരുടെ ഒരു ഗോത്രത്തെ ആക്രമിച്ച് അവിടെ നിന്ന് പിടിച്ചെടുത്ത സ്ത്രീകളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ്, അങ്ങനെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ജിഹാദിന് വേണ്ട കുതിരകളെയും ആയുധങ്ങളെയും വാങ്ങി മുസ്ലിങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ മതസ്ഥാപകനായ മുഹമ്മദ്. അത് വായിച്ചു വളരുന്ന മുസ്ലിങ്ങൾ ജിഹാദിന് വേണ്ട ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ, സംഭരിക്കാൻ വേണ്ടി മയക്കുമരുന്ന് കച്ചവടം നടത്തും. അത് തികച്ചു സ്വാഭാവികമാണ്. ഈ പാവപ്പെട്ട സ്ത്രീകളെ പിടിച്ച് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയ പൈസക്ക് ആയുധങ്ങൾ വാങ്ങി മാതൃക കാണിച്ചു കൊടുത്ത മുഹമ്മദ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അത്രേ ഇല്ല ഇത് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. ഒരു ചില ആളുകളെ പിടിച്ച് വിറ്റ് പിന്നെ അതോടുകൂടി അവരുടെ ജീവിതം എന്നേക്കുമായിട്ട് പോയി. എന്നേക്കും മരണം വരെ പിന്നെ അവർ അടിമകളായിട്ട് കഴിയേണ്ടി വരികയാണ്. മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞാൽ എന്തെങ്കിലും റിക്കവറിങ് ഉണ്ടാവും പ്രതീക്ഷിക്കാം. എപ്പോഴെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പറ്റുകയില്ലായിരിക്കും, പക്ഷെ അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു റിക്കവറിങ് ഉണ്ട്. മറ്റേത് അങ്ങനെയല്ല, എന്നേക്കുമായ അടിമത്തത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഹീനമായ മ്ലേച്ഛമായ ജുഗുപ്സാവഹമായ കാര്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് ഇവർക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രേ ഇല്ലല്ലോ എന്നല്ല ജിഹാദികൾ ചിന്തിക്കുക. അപ്പൊ അവരത് വിറ്റ് ആകാശം കൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടും. സ്വാഭാവികമാണ്. അതാണ് ഇന്നത്തെ ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന മയക്കുമരുന്നിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമ്മുടെ നാടിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളാണ് ജിഹാദികൾ വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. KCBC ജാഗ്രത ന്യൂസിലെ ലേഖനത്തിൽ ഫാദർ ജസ്റ്റിൻ കാഞ്ഞൂത്തറ എഴുതിയ ഒരു മുന്നറിയിപ്പ് വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ഈ തെരുവിൽ വിൽക്കപ്പെടുന്ന ഒരു നുള്ളു മയക്കുമരുന്നിന് നമ്മുടെ രാജ്യത്തെ ഉറക്കമുളച്ച് സേവിക്കുന്ന ദേശസ്നേഹിയായ ഒരു പട്ടാളക്കാരന്റെ നെറ്റിയിൽ തുളച്ചു കയറുന്ന വെടിയുണ്ടയായോ, നമ്മുടെ ദൈവാലയങ്ങളിലോ നഗരത്തിലോ അനേക സ്ത്രീ പുരുഷന്മാരുടെയോ നിരപരാധികളായ മാലാഖ കുഞ്ഞുങ്ങളുടെയോ രക്തം ചിന്തുന്ന സ്ഫോടക വസ്തുവായോ മാറാൻ ശേഷിയുണ്ട്. അധികാര പ്രഭുത്വത്തിന്റെ അന്തഃപുരങ്ങളിലും മാധ്യമ തേർവാഴ്ചയുടെ വെളിമ്പറമ്പുകളിലും ഇവയുടെ പ്രചാരകരുണ്ട് എന്നതിനാൽ നമ്മുടെ ദേശത്തിന്റെയും കുഞ്ഞുങ്ങളുടെയും ഭാവി തലമുറയുടെയും സംരക്ഷണ ചുമതല നമ്മുടേതു കൂടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. അതെ, ഇത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. നാർക്കോട്ടിക് ജിഹാദിനെതിരെയുള്ള യുദ്ധത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സഹായം നാം പ്രതീക്ഷിക്കുകയേ വേണ്ട. ആ സമുദായത്തിലെ ഓരോ ഗ്രൂപ്പുകളും നാർക്കോ ജിഹാദിൽ ഉൾപ്പെട്ടവരോ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവരോ ആണെന്ന് ഈ വിവാദത്തിലൂടെ അവർ തന്നെ സ്വയം വെളിപ്പെടുത്തുകയുണ്ടായി.
അതിനകത്ത് ഒരൊറ്റ ഗ്രൂപ്പ് പോലും പാലാ ബിഷപ്പ് പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കണം, ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സർക്കാർ കണ്ടെത്തണം, അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയുകയുണ്ടായില്ല. പകരം ബിഷപ്പിനെ അധിക്ഷേപിക്കാനും ബിഷപ്പിനെതിരെ പ്രകടനം നടത്താനുമാണ് അവർ തുനിഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിരീശ്വരന്മാരും ഒക്കെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് നാർക്കോ ജിഹാദിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാം തന്നെ നമ്മുടെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും അത്. അഫ്ഗാനിലെ ചെറുപ്പക്കാർ ലഹരി ബാധിച്ച് തെരുവുകളിലും പാലങ്ങളുടെ ചുവട്ടിലും കിറുങ്ങിയിരിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ചു കളയുന്നത് കാണാൻ നമുക്ക് ഇടവരാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളോ, നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് ചെറുപ്പത്തിലെ പരിചയമുള്ള പയ്യന്മാർ, ഇങ്ങനെയുള്ളവരൊക്കെ, കൗമാരപ്രായം മുതലുള്ളവരൊക്കെ ഇതിനകത്ത് പെട്ടു കുടുങ്ങി അവരുടെ ജീവിതം നശിച്ചു പോകുന്നത്, അങ്ങനെ നമ്മുടെ മുമ്പാകെ നശിച്ചു പോകുന്നത് കണ്ട് നാം ദുഃഖിക്കാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഈ നാർക്കോ ജിഹാദിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയേ പറ്റുകയുള്ളൂ. എന്നെ കേൾക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളോടും ഞാൻ പറയട്ടെ, നിങ്ങൾ പല സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കാം, ഉപദേശപരമായി നമ്മൾ തമ്മിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകാം. പക്ഷെ ഈ വിഷയത്തിൽ നമ്മൾ എല്ലാ ഉപദേശ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് പാലാ ബിഷപ്പിന് പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം ഉപദേശപരമായ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മളെയെല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ആ തിരിച്ചറിവോടുകൂടെ ഉപദേശപരമായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ ഈ കാര്യത്തിൽ നാം അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി